ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കഥ കേൾക്കാൻ നിങ്ങളൊക്കെ തയ്യാറായിട്ടിരിക്കുകയായിരിക്കും. പറയാൻ ഞാൻ തയ്യാറാണ്. എന്നാലും ആദ്യം കേൾക്കുന്നവർക്ക് വേണ്ടി ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. കഥാസാരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിൽ ഓരോ കഥ കേൾക്കാം. പിന്നെ കുറച്ച് വർത്തമാനമൊക്കെ ഉണ്ട്. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും അങ്ങനെ എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. ഇന്ന് നമ്മൾ ഒരു ജാതക കഥയാണ്. അപ്പോൾ ബോധിസത്വൻ, അതാണ് ഈ കഥയിലെ നായകൻ. ബോധിസത്വൻ ബുദ്ധൻ്റെ മുൻ ജന്മങ്ങളിലൊന്നാണ്. നേരത്തെ ഇത്തരം കഥകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ കഥ. അപ്പോൾ നമുക്ക് ആ ബോധിസത്വൻ്റെ പുതിയൊരു കഥ കേട്ടാലോ. അപ്പോൾ ബോധിസത്വൻ്റെ ബുദ്ധിശക്തിയെക്കുറിച്ച് ജനങ്ങൾക്കേറെ മതിപ്പായിരുന്നു. ബോധിസത്വൻ ജീവിച്ചിരുന്ന രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ അതൊരു സംസാര വിഷയമായിരുന്നു. അങ്ങനെ ഇരിക്കെ ദേവന്മാരുടെ രാജാവായ ശക്രൻ്റെ ചെവിയിലും ഈ ബുദ്ധിശക്തിയെക്കുറിച്ചുള്ള വീരകഥകൾ എത്തി. പറഞ്ഞു കേൾക്കുന്നതൊക്കെ ശരിയാണോ എന്നറിയാൻ അദ്ദേഹത്തിന് ചെറിയ താല്പര്യമൊക്കെ തോന്നി. അദ്ദേഹം ഒരു ദിവസം യവമജ്ജക ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. ഗ്രാമത്തിലെത്തിയ ശക്രൻ ആദ്യം കണ്ടത് ഒരു കുളക്കടവിൽ വന്നു നിൽക്കുന്ന രഥമാണ്. ഉടൻ ശക്രൻ മനുഷ്യരൂപത്തിൽ രഥത്തെ സമീപിച്ച് തേരാളിയെ താണു തൊഴുതു. എന്നെ അങ്ങയുടെ സേവകനാക്കിയാലും ശക്രൻ അപേക്ഷിച്ചു. നിങ്ങൾക്ക് എന്ത് ജോലി അറിയാം? തേരാളി ചോദിച്ചു. കുതിരകളെ പരിപാലിക്കാം, രഥവും ഓടിക്കാം, ശക്രൻ പറഞ്ഞു. ആ കൊള്ളാം, അല്പം നിൽക്കൂ, ഞാനൊന്ന് കൈകാൽ മുഖം കഴുകിയിട്ട് വരട്ടെ. തേരാളി കുളത്തിലേക്ക് ഇറങ്ങി. ഉടൻ ശക്രൻ രഥത്തിൽ ചാടിക്കയറി അതിവേഗം ഓടിച്ചുപോയി. അത് കണ്ട തേരാളി കുളത്തിൽ നിന്ന് ചാടിക്കയറി രഥത്തിന്റെ പിറകെ പാഞ്ഞു. തേര് നിർത്തൂ, എന്റെ തേര് നിർത്തൂ! അയാൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചുകൊണ്ട് ഓടി. നിന്റെ തേരോ? ഇത് എന്റെ തേരാണ്, ശക്രൻ പറഞ്ഞു. അല്ല, അതെന്റെ തേരാണ്, ആരെങ്കിലും ആ തേരൊന്ന് പിടിച്ചു നിർത്തണേ. തേരാളിയുടെ കരച്ചിൽ കേട്ട് ഗ്രാമവാസികൾ പ്രശ്നത്തിൽ ഇടപെട്ടു. അവർ രഥം തടഞ്ഞു നിർത്തി. എന്റെ രഥം തടയാൻ നിങ്ങൾക്കാര് അധികാരം തന്നു? ശക്രൻ കയർത്തു. അയാൾ പറയുന്നു ഈ രഥം അയാളുടേതാണെന്ന്, നാട്ടുകാരിൽ പ്രമുഖൻ പറഞ്ഞു. പറഞ്ഞതുകൊണ്ടായില്ല, അയാൾ അത് തെളിയിക്കട്ടെ, ശക്രൻ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ബോധിസത്വന്റെ അടുത്തേക്ക് പോകാം, പ്രമുഖൻ നിർദ്ദേശിച്ചു. വരൂ, എന്നാൽ പോകാം. ശക്രൻ തയ്യാറായി. ആൾക്കാർ ശക്രനെയും തേരാളിയെയും ബോധിസത്വന്റെ മുന്നിലെത്തിച്ചു. ശക്രൻ ആരാണെന്ന് കണ്ടയുടൻ ബോധിസത്വന് മനസ്സിലായി. പക്ഷെ അത് പുറത്ത് കാട്ടിയില്ല. എന്താണ് പ്രശ്നം? ബോധിസത്വൻ ചോദിച്ചു. നടന്ന കാര്യം മുഴുവനും തേരാളി ബോധിസത്വനെ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ തന്നെ ശക്രൻ വന്നിരിക്കുന്നതെന്ന് ബോധിസത്വന് മനസ്സിലായി. എന്താണ് പ്രശ്നം? ബോധിസത്വൻ ചോദിച്ചു. നടന്ന കാര്യം മുഴുവൻ തേരാളി ബോധിസത്വനെ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ തന്നെ പരീക്ഷിക്കാനാണ് ശക്രൻ വന്നിരിക്കുന്നതെന്ന് ബോധിസത്വന് മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും ഒരേ തേരിന് വേണ്ടിയാണ് വഴക്ക് കൂടുന്നത്. പക്ഷേ തേരിൻ്റെ ഉടമസ്ഥ തെളിയിക്കാനുള്ള ഒരു രേഖയും നിങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനൊരു പരീക്ഷണം നടത്താൻ പോവുകയാണ്, നിങ്ങൾ സഹകരിക്കണം, ബോധിസത്വൻ പറഞ്ഞു. ശക്രനും തേരാളിയും സമ്മതിച്ചു. തേര് ഒരാൾ ഓടിക്കും, നിങ്ങൾ രണ്ടുപേരും അതിൻ്റെ പിറകിൽ പിടിച്ചോടണം, ബോധിസത്വൻ പറഞ്ഞു. ബോധിസത്വന്റെ നിർദ്ദേശപ്രകാരം ഒരാൾ തേരോടിച്ചു. ശക്രനും തേരാളിയും അതിൽ പിടിച്ചുകൊണ്ടു ഓടി. പക്ഷേ തേരാളിക്ക് കൂടുതൽ നേരം ഓടാനായില്ല. അയാൾ തേരിൽ നിന്ന് പിടിവിട്ട് കിതപ്പോടെ തിരികെ വന്നു. എന്നാൽ ശക്രൻ യാതൊരു ക്ഷീണവും കൂടാതെ തേരിനോടൊപ്പം ഓടി. ക്ഷീണിതനായ ആളാണ് ഈ തേരിൻ്റെ ഉടമ, ബോധിസത്വൻ പ്രഖ്യാപിച്ചു. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ആൾക്കാർ ചോദിച്ചു.
ക്ഷീണിക്കാത്ത ഇദ്ദേഹം ദേവന്മാരുടെ രാജാവായ ശക്രനാണ്. ബോധിസത്വൻ പുഞ്ചിരിയോടെ പറഞ്ഞു, അതെ, ഞാൻ ബോധിസത്വനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. അക്കാര്യങ്ങൾ നേരിട്ട് കാണാനും അത് ജനത്തെ ബോധ്യപ്പെടുത്താനുമാണ് ഞാൻ വന്നത്. ബോധിസത്വ, അങ്ങ് ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാനാണ്. ശക്രൻ ബോധിസത്വനെ വാനോളം പുകഴ്ത്തി. ആ നാട്ടിലെ രാജാവിൻ്റെ ചെവിയിൽ ഈ സംഭവം എത്തി. അദ്ദേഹം ബോധിസത്വനെ കാണാനുള്ള മോഹം മന്ത്രിസേനകനെ അറിയിച്ചു. പക്ഷേ അത്തവണയും മന്ത്രി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇത്രയുമാണ് കഥ. മുമ്പും ബോധിസത്വൻ്റെ കഥകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു കഥ. ഇതിന് തുടർച്ചയുണ്ട്. ഞാൻ ആ തുടർ കഥകളിലോട്ട് കടക്കുന്നില്ല. തൽക്കാലം ഈ കഥ ഇവിടെ നിൽക്കട്ടെ. ഇനിയും പരീക്ഷണങ്ങൾ ഏറെയുണ്ട്. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നാം ഒരിക്കലും അറിയുന്നില്ല നമ്മുടെ മുമ്പിൽ ജീവിതം എന്തുമാത്രം പരീക്ഷണങ്ങളാണ് തുറന്നു വയ്ക്കുന്നതെന്ന്. അവസാന ശ്വാസം വരെ എത്ര മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. എത്ര ജീവിത മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അടുത്ത നിമിഷം നമുക്ക് വേണ്ടി ജീവിതം എന്ത് കരുതി വച്ചിരിക്കുന്നു എന്ന് പോലും നമുക്കറിയില്ല. ഓരോ മനുഷ്യനും എത്ര വ്യത്യസ്ത ഭാവങ്ങളിലും എത്ര വ്യത്യസ്ത മുഖങ്ങളിലുമാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. നാം അതൊക്കെ കണ്ട് പലപ്പോഴും അമ്പരക്കാറില്ലേ? ചിരിച്ചുകൊണ്ട് നടക്കുന്ന പൊയ്മുഖങ്ങൾ, സ്നേഹം നടിക്കുകയും ഉള്ളിൽ കാപട്യം വെച്ചു പുലർത്തുകയും ചെയ്യുന്ന മനുഷ്യർ, പുറമേ ചിരിക്കുകയും ഉള്ളിൽ വഞ്ചനയും വൈരാഗ്യവും ഒക്കെ വേണ്ടുവോളം വെച്ചു പുലർത്തുന്ന മനുഷ്യർ. ബന്ധങ്ങളിൽ പോലും എത്ര വഞ്ചനയുടെ മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്. പരീക്ഷണങ്ങളാണ് നാം അഭിമുഖീകരിക്കുന്നത്. ചില പരീക്ഷണങ്ങൾ നമ്മൾ വിജയിക്കുന്നു, ചിലതിൽ അമ്പേ പരാജയപ്പെടുന്നു. തൊഴിലിടങ്ങളിലും കളിസ്ഥലങ്ങളും സ്കൂളും വിദ്യാലയങ്ങളിലും എല്ലാം എത്ര പരീക്ഷണങ്ങളാണ്. സത്യസന്ധരായിട്ട് ജീവിക്കുക എന്നത് തന്നെ വലിയൊരു പരീക്ഷണമല്ലേ? ഉള്ളിലെ സ്നേഹം ആത്മാർത്ഥതയോടെ പുറത്ത് കാണിച്ചാൽ തന്നെ അതും വലിയൊരു പരീക്ഷണമല്ലേ? നമുക്ക് മുന്നിൽ വലിയ സത്യപ്രതിജ്ഞ ഒക്കെ എടുത്ത് മന്ത്രിമാരാകുന്നുണ്ട്, ചിലർ ഡോക്ടർമാരാകുന്നുണ്ട്, അല്ലെ വക്കീലന്മാരാകുന്നുണ്ട്, ജഡ്ജസ് ആകുന്നുണ്ട്. മറിച്ച് അവർ ചെയ്യേണ്ട കൃത്യങ്ങളിൽ കളങ്കം ചാർത്തുമ്പോൾ നാം പരീക്ഷിക്കപ്പെടുകയല്ലേ? വല്ലാതെ പരീക്ഷിക്കപ്പെടുകയല്ലേ? പാവപ്പെട്ടവനും വലിയവനും തമ്മിലുള്ള വേർതിരിവ് അല്ലേ? ആ പാവപ്പെട്ടവൻ കടന്നു പോകുന്ന പരീക്ഷണങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഉള്ളവൻ ധാരാളിത്വത്തിൽ ജീവിക്കുമ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ മനസ്സിലുണ്ടാകുന്ന വിഷമം, നഷ്ടബോധം, ചിലപ്പോൾ അവൻ്റെ മനസ്സിൽ അതൊക്കെ അപഹരിക്കണമെന്ന് തോന്നുമായിരിക്കും അല്ലേ? അത് ആ അപഹരിക്കാനുള്ള പ്രവണത, അത് മനസ്സിനെ, ആ പ്രവണതയെ അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ വ്യാമോഹത്തെ പിടിച്ചു നിർത്താൻ അവൻ അനുഭവിക്കുന്ന മനോവിഷമം, അതും ഒരു വലിയ പരീക്ഷണമല്ലേ? മനസ്സിൽ നടക്കുന്ന വല്ലാത്ത സംഘർഷങ്ങൾ. നമ്മൾ ജീവിതത്തെയൊക്കെ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഓരോ തവണ ഓരോ അസുഖം വരുമ്പോഴും നമ്മൾ പരീക്ഷണത്തിലൂടെ കടന്നു പോവുകയാണ്. ചിലപ്പോൾ അതൊരു ചെറിയ പനിയോ ജലദോഷമോ ഒന്നും അല്ലാതെ ഇച്ചിരി പ്രശ്നക്കാരനായ ഒരു രോഗത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം. ഇനി ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ, ജീവിക്കുമോ? അതും വല്ലാത്തൊരു പരീക്ഷണമല്ലേ? ക്യാൻസർ പോലുള്ള രോഗങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുന്ന എത്രയോ പേർ നമ്മുടെ ഇടയിലുണ്ട്. അവരൊക്കെ എത്ര പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മരണം തന്നെ വലിയൊരു പരീക്ഷണമല്ലേ? മരണം എപ്പോഴും നമ്മളെ ഭീതിപ്പെടുത്താറുണ്ട്. മരണത്തോടടുക്കുന്ന ഒരു മനുഷ്യൻ എന്തുമാത്രം മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകും. ചിലർ നിസ്സംഗരായി അതിനെ അഭിമുഖീകരിക്കുന്നവരുണ്ട്, ചിലർ വളരെ ഭയത്തോടെയും ഉത്കണ്ഠയോടെയും അഭിമുഖീകരിക്കുന്നവരുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ അതിനോട് വലിയ ഭയമൊന്നും തോന്നാത്ത ഒരവസ്ഥയുണ്ടാകും. എല്ലാം പരീക്ഷണങ്ങളാണല്ലേ? ഓരോ പരീക്ഷണങ്ങൾ. ഇതെല്ലാം കടന്നു പോകണം അല്ലേ? ഇന്നും കടന്നു പോകും, നാളെയും കടന്നു പോകും. ഈ കടന്നു പോകും എന്നുള്ള ചിന്ത ഉണ്ടാകണം. എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ വേണ്ടി പരക്കം പായുന്ന മനുഷ്യർ, ബിസിനസ്സിലൂടെയും ജോലിയിലൂടെയും രാഷ്ട്രീയ പദവിയിലൂടെയും ഇന്നിപ്പോൾ ഇതാ യുദ്ധം അതിൻ്റെ തീവ്രതയിലേക്ക് എത്തി. പല രാജ്യങ്ങൾ
യുദ്ധത്തിലേർപ്പെടുന്നു. വലിയ പരീക്ഷണഘട്ടമാണ്. ആ സമൂഹത്തിന് അതൊരു വലിയ പരീക്ഷണഘട്ടമാണ്. അതും കടന്നു പോവാണ്. ആ ജനങ്ങളോ ബോംബറുകളും ഡ്രോണുകളും തൊടുത്തുവിടുന്ന മിസൈലുകൾക്കും ബോംബുകളിൽ നിന്നുമൊക്കെ ഓടി രക്ഷപ്പെടുക വലിയ പരീക്ഷണമാണ്. സൈറൻ മുഴങ്ങുമ്പോൾ ബങ്കറുകളിലോട്ട് ഓടി ഒളിക്കുക വലിയ പരീക്ഷണമാണ്. അടുത്ത നിമിഷം ഞാനുണ്ടോ എന്നറിയില്ല. അപ്പോൾ പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത്. കൊടിയ പരീക്ഷണങ്ങൾ, നാളെ എന്ത് എന്നറിയാത്ത അനിശ്ചിതത്വം, അതും വലിയൊരു പരീക്ഷണമാണ്. അപ്പോൾ അടുത്ത നിമിഷം നമുക്ക് അനിശ്ചിതത്വമാണ്. എന്ത് സംഭവിക്കുമെന്നറിയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അല്ലേ? എന്താണ് ഈ അനിശ്ചിതത്വം തന്നെയല്ലേ ജീവിതത്തെ ഇത്ര മനോഹരമാക്കുന്നത്? ഗാന്ധി എന്ന ഒരു സാധാരണ മനുഷ്യൻ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അദ്ദേഹം ഒരിക്കലും അറിഞ്ഞിരുന്നില്ല അദ്ദേഹം മഹാത്മാവ് ആവുന്നു, അദ്ദേഹം രാജ്യത്തിൻ്റെ പിതാവായി മാറുമെന്ന്. കുട്ടിക്കാലത്തൊന്നും ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം പരീക്ഷണമായിരുന്നു. ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ഒരു സത്യാന്വേഷണ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അദ്ദേഹം അങ്ങനെ വലിയൊരു മഹാത്മാവായി മാറി. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു മഹാത്മാവായി മാറി. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം നമ്മൾ രാജ്യം അല്ലെങ്കിൽ ലോകമെമ്പാടും അദ്ദേഹം ജനിച്ച ദിവസം ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കുകയാണ്, കൊണ്ടാടുകയാണ്. ഒരു മഹാത്മാവിൻ്റെ പിറന്നാൾ. ജനിച്ച് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൽ വന്ന മാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിൽ വന്ന മാറ്റങ്ങൾ, അദ്ദേഹം ഒരു മനുഷ്യനായി എങ്ങനെയൊക്കെ രൂപപ്പെട്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണ്. പരീക്ഷണങ്ങൾ കഥ പോലെയാണ് അല്ലേ? ഒരു നോവലോ കഥയൊക്കെ വായിക്കുന്ന പോലെയാണ്. നമ്മൾ ജീവിതം തുടങ്ങുമ്പോൾ നമുക്കറിയില്ല എങ്ങനെ അവസാനിക്കുമെന്ന്. അങ്ങനെ ഓരോ താളുകളും മറിച്ച് മറിച്ച് വായിച്ച് നമ്മളിങ്ങനെ അവസാന പേജിലോട്ട് എത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. അതുതന്നെയാണ് മനുഷ്യജീവിതവും. പക്ഷെ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്, അവസാനം മരണം തന്നെയാണ്. എന്തൊക്കെ നമ്മൾ നേടിയെന്നോ കണ്ടുപിടിച്ചെന്നോ വിജ്ഞാനം സമ്പാദിച്ചെന്നോ ഒക്കെ പറഞ്ഞാലും അതെല്ലാം മരണത്തിന് മുമ്പിൽ ഒന്നുമല്ല. മരണം നമ്മളെ കീഴടക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം, പുതിയൊരു കഥയും പുതിയ കുറച്ച് വർത്തമാനമായിട്ട്. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, പോണി.